നീ കേക്കുന്നില്ലേ? ഇറങ്ങി പോടാ. പോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ വീട്ടിൽ കയറരുന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങി പോടാ. ഒന്ന് വെയിറ്റ് ചെയ്യും, നോക്കാം. നോക്കിയേ. ക്ഷണിക്കാത്തവരൊക്കെ കറക്റ്റ് സമയത്ത് എങ്ങനെ ഇവിടെ എത്തി? വീടിനകത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ വിളിച്ചറിയിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നേ. അതെ, അത് ശരിയാ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ചേടാ, പോവാൻ പറഞ്ഞിട്ട് അവൻ കുഴിച്ചിട്ടടക്കം നിൽക്കുവാണല്ലോ. ഇവിടെ നിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ കേൾക്കത്തില്ലടാ. നീ നിനക്കെന്താടാ പറഞ്ഞാ മനസ്സിലാവത്തില്ലടാ. ഇറങ്ങിപ്പോടാ. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വേണ്ട, ഇറങ്ങിപ്പോ. നല്ലൊരു ദിവസമായിട്ട് പ്രശ്നങ്ങൾ വേണ്ട. ഈ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടല്ലേ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അല്ലേ? പിന്നെ നീ വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടടാ. ഞാനൊന്നും അവസാനിപ്പിച്ച് പോയതല്ല. ഞാൻ കാരണം പൂർണിമയ്ക്കും തുരുമോൾക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഞാനായിട്ട് മാറിയെന്ന. ഓ, ആ അവസ്ഥയ്ക്ക് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവിനെ കുറിച്ച് നീ അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ ഉള്ളവരെ സന്തോഷം കളയാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇറങ്ങി പോടാം, പോടാ അങ്ങോട്ട്. അത് പറയേണ്ടത് നിങ്ങളല്ല. ഞാൻ പറഞ്ഞാ മതിയോ? സഞ്ജയ് എന്താ വിചാരിച്ചത്? ഒരു ബൊക്കയോ ഗിഫ്റ്റോ തന്നാ കഴിഞ്ഞു പോയതെല്ലാം മറക്കുന്ന ഒരു പെണ്ണാണ് ഞാനെന്ന് വിചാരിച്ചോ? ബൊക്കയോ? എന്ത് ബൊക്കെ എന്ന് കേട്ടിട്ടില്ലേ? കുറെ പൂക്കള് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടോണ്ട് വന്നിട്ട് കാപ്പി വറുത്തട്ടെ എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഒരു കൊറിയർ പയ്യന്റെ കൊടുത്തുവിട്ട നീയല്ലടാ അല്ലേ? ഒന്നും മനസ്സിലാവത്തില്ല എനിക്ക്. എടാ പ്രേമിച്ച് കിടക്കുന്ന കൊച്ചു പുള്ളര് പോലും ഇതുപോലുള്ള ക്രിഞ്ച് പരിപാടി ചെയ്യത്തില്ലടാ. എടാ ഈ പ്രായം കുറെ ആയില്ലടാ. നിനക്കിതൊക്കെ എങ്ങനെടാ ചെയ്യാൻ തോന്നിയേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെറുതെ നോണ പറയാൻ നോക്കണ്ട സഞ്ജയ്. കുറച്ചു മുമ്പ് കോഫി ഷോപ്പിൽ വെച്ച് നിങ്ങളെ കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും നമ്മൾ ഒരുമിച്ചുള്ള എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ആ കോഫി ഷോപ്പിൽ പോയി ഇരിക്കാറുള്ളല്ലേ. ഞാൻ മാറിയെന്ന ശേഷവും ആ ഓർമ്മകളിൽ ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട്. അതാ നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ പോയിരുന്നത്. പക്ഷേ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? താര ആ സമയത്ത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഓ അവളോ? ചിലപ്പോ ഞാൻ അവിടെ ഉണ്ടാവുന്ന നമ്മളെ രണ്ടുപേരും അറിയാവുന്ന താരയ്ക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. താര അങ്ങനെ നോക്കി വന്നതാവും. ആ സമയത്ത് തന്നെ നീയും അവിടെ വന്നു. ഓ, അപ്പോ ഞാൻ അവിടെ വന്നതും കണ്ടതുമാണ് പ്രശ്നം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്.
നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നും ഒരു സത്യമില്ല എന്ന് പറയാനാ ഞാൻ ശ്രമിച്ചത്. മതി. എന്റെ ഉള്ളിൽ എന്തൊക്കെ ധാരണയുള്ളെന്ന് ആർക്കും അറിയില്ല. അതാരെങ്കിലും അറിയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. ആ കേട്ടോ, ഈ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല. കിരണും ദുർഗയും അവരുടെ ആഗ്രഹത്തിന് ചെയ്തതാ. ഞാനതിന് നിന്നു കൊടുത്തേ ഉള്ളൂ. സഞ്ജയ് വീട്ടിലേക്ക് വരുന്ന ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാ. അതുകൊണ്ട് വെറുതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ചെറിയച്ചൻ പറയുന്നത് സഞ്ജയ് അനുസരിക്കണം. ഡാ, കേട്ടോ കേട്ടല്ലോ, പൂർണിമ പറഞ്ഞ കേട്ടോടാ. എടാ പിന്നെ നീ ഇവിടെ താളം ചവിട്ടാ ഇറങ്ങി പോ നോക്കടാ. ദുർഗ, ടൈമായി. മോളോട് പോകാൻ പറ. ഡാ, നീ കേക്കുന്നില്ലേ? എടാ, ഇറങ്ങി പോടാ. പോ. നീ പറഞ്ഞ ഇറങ്ങി പോ. ഇറങ്ങാം. മോളെ ധ്വനിമോളെ വിട്. ധ്വനി, വിട് മോളെ. ധ്വനിമോളെ നീ വിടാൻ എന്തുവാ? ധ്വനിമോളെ, ധ്വനിമോളെ ഇവിടെ ഇങ്ങോട്ട് പോ. നീ അകത്ത് പോ. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ധ്വനിമോളെ നിന്റെ തല്ലി പറഞ്ഞേ ഇങ്ങോട്ട് വന്നേ. വാ. ധ്വനിമോളെ, ധ്വനിമോളെ ഇങ്ങോട്ട് മാറാൻ. ചേച്ചി, ധ്വനിമോളെ വിളിച്ചിട്ടാ ഇപ്പൊ സഞ്ജയ് ചേട്ടൻ വന്നത്. ധ്വനിമോളുടെ കൂട്ടുകാരുടെ പേരൻസിന്റെ ബർത്ത്ഡേക്കെല്ലാം അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടികളുടെ ഒപ്പം സന്തോഷത്തോടെ നിൽക്കുന്നതും കേക്ക് മുറിക്കുന്നതും അത് പങ്കുവെക്കുന്നതും ഒക്കെ ധ്വനിമോള് കാണുമ്പോ വിഷമിക്കാറുണ്ട്. അത് അവളുടെ ടീച്ചേഴ്സായ ഞങ്ങൾക്കറിയാം. ആ കുഞ്ഞിന്റെ മനസ്സ് ഇന്ന് ഒരു ദിവസം സന്തോഷിച്ചോട്ടെ ചേച്ചി. എന്തിനാ നമ്മുടെയൊക്കെ വാശിക്കും ഈഗോയ്ക്കും വേണ്ടി ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നേ?